സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലൊക്കെ നമ്മൾ ഇത് പരിഗണിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞു. ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരാണ്. നമ്മുടെ ഇന്ന് നഗരങ്ങൾ വൃത്തിയായി കിടക്കുന്നു, ഗ്രാമങ്ങൾ വൃത്തിയായി കിടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിതകർമ്മസേനയാണ്. ഹരിതകർമ്മസേനയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നേരത്തെ മറ്റൊരു മേഖല നടത്തിയിട്ടുണ്ട്. ഡെത്ത്, അത്യാവശ്യം അതുപോലെ കാര്യങ്ങൾ, നാച്ചുറൽ ഡെത്ത്, ആക്സിഡൻറ്റ് ഡെത്ത്, ഒരു കൈത്താങ്ങാവുന്നൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അത് പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ. അതെന്ന് വെച്ചാൽ ഏറ്റവും അസംഘടിതമായ, ഏറ്റവും കൂടുതൽ ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകളെന്നതിൽ പ്രത്യേക ചില പരിഗണന കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും കൊടുക്കേണ്ടതാണ്. കുടുംബശ്രീയിലേക്ക് വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വന്തമായിട്ട് വണ്ടി മേടിക്കുന്നു, സ്വന്തമായിട്ട് മിക്കവാറും ആളുകൾ സ്വന്തമായിട്ട് വണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ കുറച്ചാളുകളും പിന്നെ ജോലിക്ക് കൂടുന്നുണ്ട്. മഹാഭൂരിപക്ഷം സ്വന്തം വണ്ടിയാണ്. അപ്പോൾ അതിനിപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ വരുന്നത് വളരെ നല്ല കാര്യമാണ്. പെട്രോൾ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഈ ഓട്ടോ വരുമ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി അതിനൊരു പോളിസി എന്ന നിലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ 40,000 രൂപ വരെ കൊടുക്കുന്നൊരു സ്കീം അനൗൺസ് ചെയ്യുന്നത്. ധാരാളം ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. കുറച്ചുകൂടി പണം കൂടുതൽ വേണ്ടി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കും. ഇനി അത് കഴിഞ്ഞാൽ അതിന് പണം ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിൽ ആ പണം കൊണ്ട് മാത്രം തികയില്ല. അപ്പോൾ ബോറോയിങ് വേണം, കടമെടുക്കേണ്ടി വരും ബാങ്കിൽ നിന്നല്ലോ. അതിന് നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്ത ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ 2% അതിന് ഒരു സബ്വെൻഷൻ കൊടുക്കുന്നു. 4-5 ലക്ഷം ആളുകളെ നേരിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർക്കും ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ഈ അന്നോടിയെ കിട്ടി, എന്തെങ്കിലും അപകടം വന്നൊന്നുമില്ല, ഇങ്ങനെയുള്ള റിസപ്ഷനാണല്ലോ. അപ്പോൾ അതിനുള്ള കാര്യം നമ്മൾ മോട്ടോർ ടാക്സി ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ടാക്സി ഓട്ടോറിക്ഷ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അവർക്കൊരു മാന്യമായി ഒന്ന് ഇരിക്കാനും അത്യാവശ്യം അവരുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റും ഒന്നുള്ള സംവിധാനങ്ങൾ ഒരു തകർത്തി വേണം. എല്ലാ സ്റ്റാൻഡിലും അല്ല, വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നത്. സോളാറിൻ്റെ പവറോട് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാവും. അപ്പോൾ അതൊരു കിയോസ്കുകൾ പോലെ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് മോഡൽ എന്ന നിലയിൽ, സ്റ്റാൻഡ് എന്ന നിലയിൽ ആലോചിച്ചു. ഇത് തന്നെയാണ് ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം. നിങ്ങളുമെല്ലാം നമ്മളൊക്കെ ഓർഡർ ചെയ്യും, ആളുകൾ വീട്ടിൽ കൊണ്ട് തരും, ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ട് തരും, മിനിറ്റുകൾക്ക് കൊണ്ട് തരും, തിരിച്ചു പോകും. പക്ഷേ ഇവർ വഴിയിലെവിടെയൊക്കെ ഇങ്ങനെ പോയി വെയിലുള്ളാതെ മരത്തിൻ്റെ കീഴിലുമൊക്കെ നിൽക്കുകയാണ്. അത് സ്വയം തൊഴിലെന്ന നിലയിൽ ഇപ്പം കുട്ടികൾ, ചില ജോലിയുള്ളവർ ഒക്കെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. അവർക്കൊരു ക്ഷേമനിധി പോലുള്ള കാര്യങ്ങൾ വേണം, നിയമനിർമ്മാണം വേണം, അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം അവർക്കും ഇതുപോലെ ഇരിക്കാൻ സ്ഥലത്ത് വന്ന ഒരു നഗരത്തിനകത്ത് ഒരു 10-20 സ്പോട്ടിലെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഇരിക്കാവുന്ന സ്ഥലം വേണ്ടേ? ഇങ്ങനെ വഴിയിൽ അനാഥരായിട്ട് ഏതെങ്കിലും മരത്തണലിൽ നിൽക്കുന്നതല്ലല്ലോ, അതൊരു ജീവിതമല്ലല്ലോ. അതിനുള്ള ഒരു പ്രത്യേക പരിപാടി നമ്മളതിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത മേഖലയായ കയറും കശുവണ്ടിയും കൈത്തറിയും ആ മേഖലയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ പുതിയ തരത്തിലുള്ള തൊഴിലുകൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പമാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ അതും പെൻഡിങ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടാമതൊരു LDF സർക്കാർ തുടർച്ചയായി വരുന്നത്. ഏതൊരു സർക്കാർ തുടർച്ചയായിട്ട് വരുന്നത്. അന്ന് ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം അനൗൺസ് ചെയ്തു. അന്നത്തെ UDFൻ്റെ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശമ്പള പരിഷ്കരണം. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാതെ ഞങ്ങൾ പൊളിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ രമേശ് ചെന്നിത്തലയുടെ പഴയ പത്രസമ്മേളനം കാണാം. അന്ന് UDFൻ്റെ യൂണിയൻ്റെ നേതാക്കന്മാർ രാഷ്ട്രീയ ആദ്യം പറയുകയല്ല, അതിന് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനൊക്കെ നോട്ടീസുണ്ട്, ഇത് ഇത്രയും വലിയ ശമ്പള പരിഷ്കരണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളെ തകർക്കാനാണ്. പക്ഷേ ജനം തീരുമാനിച്ചു, അല്ല ഇത് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ പറഞ്ഞേ, അതുകൊണ്ട് അവർ ജനം ചെയ്യട്ടെ. അങ്ങനെയാണ് വീണ്ടും LDF തന്നെയാണ് വന്നത്. അപ്പോൾ LDF വരുമ്പോൾ ആദ്യം തൊട്ടേ UDF പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഖജനാവ്, പ്രതിപക്ഷം പറയുന്നത് ഖജനാവ് പൂച്ചവെച്ച് കിടക്കുകയാണ്, ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അത് അവർ പറഞ്ഞതിനകത്തൊരു വസ്തുതയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായ അറ്റാക്ക് ഉണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ. പക്ഷേ നമ്മളിത്രയും 57-58 മാസമായി, 60 മാസത്തിൽ ഇതെല്ലാം കൊടുത്തു പോയി. അപ്പോൾ ഇപ്പോഴും അന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ അന്ന് പറഞ്ഞിരുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ മുഴുവൻ ബാധ്യതയും കൊടുത്തു നിർത്തിയത് ഈ 5 വർഷം കൊണ്ട് ഈ സർക്കാർ. ഏത് സർക്കാരും അങ്ങനെ അതിനു മുമ്പാകുമ്പോഴും നമ്മുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് ഈ ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോഴാണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം വരിക. അത് 2006 ഗവൺമെൻറ് ആയാലും 2010 എല്ലാ ഗവൺമെൻറ്റുകൾക്കും ആ ബാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത്. നമ്മൾ 25,000 കോടി രൂപയിലധികം 25,000-30,000 കോടിയോളം വരുമെന്ന് എൻ്റെ ഏകദേശം കണക്ക്. പെൻഷൻകാരുടെ കുടിശ്ശിക, ശമ്പളത്തിൻ്റെ കുടിശ്ശിക, DA കുടിശ്ശിക, പെൻഷൻ എല്ലാം നമ്മൾ കൊടുത്ത് തീർത്തു. വാസ്തവത്തിൽ കൊടുത്തു തീർത്തത് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലേക്കായിട്ടാണ് കൊടുത്തു തീർത്തത് അന്നത്തെ. അപ്പോൾ അത് കൊടുക്കാതിരിക്കുകയല്ല ഒരു ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ആ ശമ്പള പരിഷ്കരണം 3 മാസം തന്നെ കമ്മീഷൻ പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആ
അത് മാത്രം പറഞ്ഞാൽ ജീവനക്കാർക്ക് ഇതാവില്ല. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൻ്റെ കൂടെ മാർച്ച് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ ഒരു DA കൂടെ കിട്ടും. ഏപ്രിൽ മാസം ആദ്യത്തെ ശമ്പളത്തിൻ്റെ കൂടെ ബാക്കി കിട്ടാനുള്ള DA മുഴുവൻ കിട്ടും. ഇത് പറയുമ്പം ഇവർ പറഞ്ഞിട്ട് പോവാ, ഇവരിത് ചെയ്യാനല്ല എന്ന് പ്രതിപക്ഷ നേതാവോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഞാൻ കുറച്ച് കണ്ടു, പിന്നെ പറഞ്ഞു. അങ്ങനൊന്നും അല്ല, ചെയ്തിട്ട് പോകാൻ വേണ്ടിയാകും. അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ ഇൻകം അതിൻ്റെ നമ്മുടെ അക്കൗണ്ടിനകത്ത് ഇതിനുള്ള ഗഡുക്കളായി കൊടുക്കാനുള്ള പണം മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, അതിന് നിയമം അനുസരിച്ച് അവർക്കും ചെയ്യാൻ പറ്റും. അല്ലാതെ ചുമ്മാതെ വരവ് ഇത്ര രൂപ ചിലവ് ഇത്ര രൂപ അങ്ങനെയൊന്നും കണക്കെഴുതാൻ പറ്റത്തില്ല സർക്കാർ. അതിന് സിസ്റ്റമുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് 6 മാസമായി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കാൽക്കുലേഷനും താഴത്തെ പഠനം നടത്തി കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് റിസോഴ്സ് സംബന്ധിച്ചൊക്കെ നോക്കിയിട്ട് ചില എക്സ്പെക്റ്റേഷനോടൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷത്തെ 10-20 വർഷത്തെ ഒരു പാറ്റേൺ നോക്കും. അങ്ങനെ വെച്ചേക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഈ ശമ്പള കമ്മീഷൻ്റെ കാര്യം ഇത്ര ആലോചിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന കാര്യവും ചെയ്തു. ഇപ്പോൾ കുറച്ച് കുടിശ്ശികയുണ്ട്. 11% കുടിശ്ശിക എന്നുണ്ട്. അത് മൊത്തം കൊടുത്തു തീർക്കും. പിന്നെ പഴയ കുറച്ച് കുടിശ്ശികയുണ്ട്. 25,000 കോടി രൂപയിലധികം കുടിശ്ശികയുണ്ട്. ഞാൻ പറഞ്ഞു, ആകെ ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ വരുന്ന സമയത്ത് കോവിഡും മറ്റ് ചലഞ്ചസും ഒക്കെ ആയിരുന്നു. അന്ന് വലിയ തോതിൽ നമ്മുടെ GSDPയുടെ 38% നമുക്ക് ബോറോയിങ് ഉണ്ടായിരുന്നു. കേന്ദ്രം വലിയ തോതിൽ ഇപ്പോൾ കിഫ്ബിയുടെ പേര് പറഞ്ഞും പെൻഷൻ കമ്പനിയുടെ പേര് പറഞ്ഞ് ഏകദേശം ഒരു 10,000 കോടി ഒരു വർഷം കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ടിങ്ങും കിട്ടാനുള്ള വരുമാനം എല്ലാം പോയിട്ടും നമ്മളിതെല്ലാം കൊടുത്തുള്ള ആകെ കിടക്കുന്ന ഒരു ഒറ്റ ഔട്ട്സ്റ്റാൻഡിങ് പ്രശ്നമുള്ളൂ. അത് ഈ PF ആൻഡ് പിന്നെ കുടിശ്ശിക, ഈ DA കുടിശ്ശിക മാത്രമേ ഉള്ളൂ. അത് കൊടുത്തു തീർക്കുമെന്ന് വെച്ച് കണക്ക് വെച്ചിട്ട് ഈ വർഷം തന്നെ മീൻസ് ഏപ്രിൽ തൊട്ടുള്ള വർഷം അതിൻ്റെ ഒരു ഗഡു കൊടുക്കാനുള്ള, ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞു, അത് കൊടുക്കാനുള്ള പണം അതിലുണ്ട്. അത്ര ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു അങ്ങനെ അതിൻ്റെ പണം വെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ സമയം ശ്രീ രമേശ് ചെന്നിത്തല അന്നത്തെ UDF നേതൃത്വം പ്രതിപക്ഷം പറഞ്ഞ പോലെ ഞങ്ങൾ വരുമ്പം പൊളിയാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. അങ്ങനല്ല, പൊളിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെ ആ കാര്യം ചെയ്തു. ഇപ്പോഴും ആ പണം വെച്ചേക്കുന്നത് അത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ DA കൊടുക്കും, ഈ പറഞ്ഞ പിന്നെ ഈ ഗഡു കൊടുക്കും, ശമ്പള പരിഷ്കരണം വരും.